ഗവർണറുടെ സെനറ്റ് ഹാളിലെ പരിപാടി തടഞ്ഞ സംഭവം ന്യായീകരിച്ച കേരള സർവകലാശാല രജിസ്ട്രാർ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ചുമതലകൾ നിർവഹിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും രജിസ്ട്രാർ KS അനിൽകുമാർ റിപ്പോർട്ടിൽ പറയുന്നു. ഗവർണറോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടന്ന സംഭവ വികാസങ്ങളെ ന്യായീകരിച്ചുകൊണ്ടാണ് രജിസ്ട്രാർ വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകിയത്. ചട്ടവിരുദ്ധമായി താൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് രജിസ്ട്രാറുടെ വാദം. ചുമതലകൾ നിർവഹിക്കുക മാത്രമാണ് ചെയ്തതെന്നും രജിസ്ട്രാർ പറയുന്നു. സെനറ്റ് ഹാളിൽ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ടുള്ള പരിപാടികൾ നടത്തുന്നത് PROയും സുരക്ഷാ ചുമതലയുള്ളവരും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇടപെട്ടതെന്നും രജിസ്ട്രാർ ന്യായീകരിക്കുന്നു. ഗവർണറോട് താൻ അപമര്യാദയായിട്ട് ഒന്നും തന്നെ പെരുമാറിയിട്ടില്ല. ഗവർണർ പങ്കെടുക്കുമെന്ന് അറിഞ്ഞ ശേഷം പരിപാടിയിൽ തടസ്സം നിന്നിട്ടില്ല എന്നും രജിസ്ട്രാർ വ്യക്തമാക്കുന്നു. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് രജിസ്ട്രാറുടെ ന്യായീകരണവാദങ്ങൾ. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയിലാണ് രജിസ്ട്രാർ തടസ്സം നിന്നത്. പരിപാടി സ്ഥലത്ത് ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചതിലൂടെ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായ സമീപനം ഉണ്ടായി എന്നാരോപിച്ചാണ് രജിസ്ട്രാർ പരിപാടിക്ക് തടസ്സം നിന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗമായ ഷിജു ഖാൻ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുകയും DYFI, SFI, KSU എന്നീ സംഘടനകൾ സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. ഗവർണറുടെ വാഹനത്തിന് നേരെയും അക്രമമുണ്ടായി. ഇതേ തുടർന്ന് ഗവർണർ വൈസ് ചാൻസലറോട് വിശദീകരണം ചോദിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.